വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഗ്ലോയി സ്കിന്നിൻ്റെ സീക്രട്ട് ഞാൻ ഇന്ന് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. റീസെൻ്റ് ആയിട്ട് ഞാനിടുന്ന വീഡിയോസിന് കോമൺ ആയിട്ട് വരുന്ന ഒരു കമൻ്റ് ആണ്, സ്കിൻ എങ്ങനെയാണ് ഇത്ര ഗ്ലോയി ആയിട്ട് ഇരിക്കുന്നത്, അതുപോലെ തന്നെ സ്കിൻ എങ്ങനെയാണ് ഇത്ര ഹൈലൈറ്റ് ചെയ്തിട്ടിരിക്കുന്നത്, മേക്കപ്പ് ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യുമോ, അല്ലെങ്കിൽ ഏത് ഹൈലൈറ്ററാണ് യൂസ് ചെയ്യണത്. ഇപ്പം ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് താഴെ വരും ഈ ഒരു മേക്കപ്പ് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാത്തിനും കൂടിയിട്ട് ഒരു ഉത്തരമായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നേ ആദ്യമായിട്ട് ഞാൻ എൻ്റെ സ്കിന്നിനെ പറ്റിയിട്ട് പറയാം. എൻ്റെ സ്കിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഓയിലി ടൈപ്പ് സ്കിന്നാണ്. അത് വെച്ചിട്ട് ഓയിലി ആക്നി ടൈപ്പ് സ്കിന്നല്ല, ഓയിലി ടൈപ്പ് സ്കിന്ന്. ഇവിടെയൊക്കെ നല്ല രീതിക്ക് ഓയിലിയാണ്, അത് കാരണമാണ് ഫേസ് ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കുന്നത്. ഓയിലി സ്കിൻകാർക്ക് അറിയാൻ പറ്റും, നമ്മുടെ ഫേസ് എപ്പോഴും ഇങ്ങനെ ഓയിലി ആയിട്ട് ഒരു ഗ്ലോ ഉണ്ടാവില്ല, ഓയിലിൻ്റെ ഒരു ഗ്ലോ. അതാണ് എൻ്റെ ഫേസിന് മെയിൻ ആയിട്ട് വരുന്ന സംഭവം. പിന്നെ എൻ്റെ ഫേസിലുണ്ടാകുന്ന ഹെയർ ഞാൻ 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് കൂടുമ്പോൾ ഞാൻ റേസർ വെച്ച് കളയാറുണ്ട്. അപ്പോൾ ഒരു ഗ്ലോ കിട്ടാറുണ്ട് കേട്ടോ. നമ്മുടെ ഫേസിൽ അല്ലെങ്കിൽ ബോഡിയിലൊക്കെ ഉള്ള ഹെയർ കളയുമ്പോൾ ഒരു ഗ്ലോ ഉണ്ടാവാറില്ലേ, അതുപോലെ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് മേക്കപ്പ് പ്രൊഡക്ട്സ് ആണ്. അതിൽ ഹൈലൈറ്ററാണ് ഞാൻ എൻ്റെ ഫേസ് ഒന്നുകൂടി ഗ്ലോ ആക്കാൻ വേണ്ടി യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. ഇപ്പം ഞാൻ ഒരു മേക്കപ്പ് പ്രൊഡക്ട്സും എൻ്റെ ഫേസിൽ യൂസ് ചെയ്തിട്ടില്ല. ഇതെൻ്റെ ഫേസിലുള്ള നോർമൽ ഗ്ലോ ആണ്. ഞാൻ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വീഡിയോ എടുക്കാൻ വന്നിട്ടുണ്ട്. ലിപ് ബാം അപ്ലൈ ചെയ്തിട്ടുണ്ട്, വേറെ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല ഫേസിൽ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മേക്കപ്പ് പ്രൊഡക്ട്സ് വെച്ചിട്ടാണ് പിന്നെ കൂടുതലൊന്ന് ഹൈലൈറ്റ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഞാൻ ഷൂട്ട് ചെയ്യുന്ന ഫോൺ വന്നിട്ടുണ്ടെങ്കിൽ iPhone 16 ആണ്. അതിൽ കുറച്ച് എഫക്ട്സ് എന്ന് പറയാൻ പറ്റില്ല, സെറ്റിങ്സ് ഉണ്ട്, നമുക്ക് ലൈറ്റ് കൂട്ടിയും കുറച്ചിട്ടൊക്കെ ഇടാനുള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും ലൈറ്റ് കൂട്ടിയിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യാറുള്ളത്. 0.0 അല്ല ഞാൻ ഷൂട്ട് ചെയ്യുക, കുറച്ച് ലൈറ്റ് ഒന്ന് കൂട്ടിയിട്ടാണ് എപ്പോഴും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാറുള്ളത്. പിന്നെ ഞാൻ നിൽക്കുന്നത് സ്റ്റെയർ കേസിൻ്റെ അവിടെയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ചെറിയ എക്കോ ഉണ്ടാവും. പിന്നെ എൻ്റെ നേരെ ഉള്ളത് വിൻഡോ ആണ്, 2 വിൻഡോ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള സൺലൈറ്റ് ഡയറക്റ്റ് എൻ്റെ ഫേസിൽ തട്ടുമ്പോൾ ഒരു ഗ്ലോ ഉണ്ടാവാറുണ്ട് കേട്ടോ വീഡിയോയ്ക്കൊക്കെ. ഇനിയിപ്പോൾ നിങ്ങൾ ഇത്രയും വിട്ടിട്ടാണ് എൻ്റെ സ്കിന്ന് കാണുന്നത്, അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ടും നല്ല ഗ്ലോയി ആയിട്ടൊക്കെ തോന്നും. എൻ്റെ സ്കിന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ സ്കിന്ന് അത്ര ക്ലിയർ അല്ല. കാരണം എൻ്റെ സ്കിന്നിൽ അത്യാവശ്യം ബ്ലാക്ക് സ്പോട്ട് ഉണ്ട്, ഡാർക്ക് സ്പോട്ട് ഉണ്ട്, അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് ഉണ്ട്, വൈറ്റ് ഹെഡ്സ് ഉണ്ട്, പിന്നെ പിഗ്മെൻറ്റേഷൻ ഉണ്ട്, ഡാർക്ക് സർക്കിൾ ഉണ്ട്, എല്ലാം ഉണ്ട്. എൻ്റെ സ്കിന്നിലും എല്ലാം ഉണ്ട്. പക്ഷെ ഒരുവിധം ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുവിധം കമൻറ്റ് ബോക്സിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പറയുന്നത് എൻ്റെ സ്കിന്ന് നല്ല ക്ലിയർ ആണ്, നല്ല ഗ്ലോ ആണ്. അത് ഓയിലിൻ്റെ ഒരു ഗ്ലോ ആണ്, അല്ലാണ്ട് ഒന്നുമല്ല. പിന്നെ മേക്കപ്പ് പ്രൊഡക്ട്സിൻ്റെ. പക്ഷെ എൻ്റെ സ്കിന്നിന് ഒട്ടും ക്ലിയർ അല്ല. കാരണം ഇപ്പം നിങ്ങൾക്ക് അടുത്ത് വന്നാൽ തന്നെ കാണാൻ പറ്റും, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ കുരുക്കൾ വന്നിട്ടുണ്ട്, കണ്ടോ, ചെറിയ കുരുക്കൾ. ഇത് ഞാനൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് എനിക്ക് പണി കിട്ടിയതാണ് കേട്ടോ. അല്ലാണ്ട് ഇങ്ങനെ ചെറിയ പിമ്പിൾസ് അങ്ങനെ വരാറില്ല. പിന്നെ പീരീഡ്സിൻ്റെ ടൈമിലാണ് എനിക്ക് പിമ്പിൾസ് വരാറുള്ളത് എൻ്റെ ഫേസിൽ. അത് ഒരു 5 ഡേയ്സ് 6 ഡേയ്സ് നിൽക്കുമ്പോഴേക്കും അത് റിമൂവ് ആയി, അതായത് പോവാറുണ്ട് ഫെയ്ഡായിട്ട്. ഇപ്പോൾ ഇത് ഒരു പ്രൊഡക്റ്റിൻ്റെ സൈഡ് എഫക്ട്സ് ആണ് കാണുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊക്കെ ഉണ്ടോ, പിഗ്മെൻറ്റേഷൻ ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ ഡാർക്ക് സ്പോട്ട് ഉണ്ട് ഈ ഭാഗത്ത്, ഇവിടെയും ഡാർക്ക് സ്പോട്ട് ഉണ്ട്, ബ്ലാക്ക് ഹെഡ്സ് നല്ലോണം ഉണ്ട്, പിന്നെ ഡാർക്ക് സർക്കിൾ ഉണ്ട്. പിന്നെ എൻ്റെ ഫേസിലൊക്കെ നല്ല ടാൻ അടിച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ സ്കിൻ ഒട്ടും ക്ലിയർ അല്ല കേട്ടോ. അത് ഞാൻ എല്ലാവരോടും പറയുന്നതാണ്, ഒട്ടും സ്കിന്ന് ക്ലിയർ അല്ല. പക്ഷെ നമ്മുടെ ഫോണിൽ എടുക്കുമ്പോൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് തോന്നണതാണ്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന മേക്കപ്പ് ട്യൂട്ടോറിയൽ അല്ലെങ്കിൽ മേക്കപ്പ് റീക്രിയേറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് ഈ ഒരു സ്കിൻ ഇത്ര ഗ്ലോയി ഹൈലൈറ്റ് ചെയ്തിട്ടൊക്കെ നിൽക്കണേന്ന്. അപ്പോൾ ഞാനത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുക ഏതെങ്കിലും ഒരു സൺസ്ക്രീൻ ആയിരിക്കും കേട്ടോ. എൻ്റെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്യും. ഇന്ന ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇന്നൊരു സൺസ്ക്രീൻ ഒന്നുമില്ല, എൻ്റെ സ്കിന്നിന് പറ്റുന്ന സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്യും. ഇപ്പം ഞാൻ പ്ലമ്മിൻ്റെ ആണ് എടുത്തേക്കണത്. അധികം ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, കുറച്ച് എടുത്തിട്ടുള്ളൂ, കാരണം എവിടേക്കും പോകാനില്ല. അപ്പോൾ ഞാൻ കുറച്ച് അപ്ലൈ ചെയ്യും കേട്ടോ ആദ്യം സൺസ്ക്രീനെ. എൻ്റെ ഫേസിൽ എന്ത് ജെൽ ടൈപ്പ് അല്ലെങ്കിൽ ക്രീം ടൈപ്പ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും ഒരു ഗ്ലോ വരും കേട്ടോ, കണ്ടോ. അപ്പോൾ നേരത്തെ ഇതിനകത്ത് ഒരു ഗ്ലോ ആയില്ലേ. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുക ബ്ലഷാണ് കേട്ടോ. ഇത് പിക്സിയുടെ ബ്ലഷാണ്. ഇത് സൗണ്ട് ഉണ്ടാവും, ഇത് നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് നമുക്കിത് എങ്ങനെ ട്വിസ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഞാൻ ബ്ലഷാണ് കേട്ടോ നെക്സ്റ്റ് അപ്ലൈ ചെയ്യുക. കാരണം ഞാൻ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുന്ന മുൻപായിട്ട് ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്യും. പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും, ഞാൻ അങ്ങനെ മേക്കപ്പ് ടൂൾസ് വെച്ചിട്ട് മേക്കപ്പ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാറില്ല. കൂടുതലും ഞാൻ എൻ്റെ കൈ വെച്ചിട്ടാണ് എല്ലാം അപ്ലൈ ചെയ്യാറുള്ളത് കേട്ടോ. ബ്ലഷും ഹൈലൈറ്ററും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കാരണം തന്നെ ഞാൻ ഇപ്പോൾ എവിടേക്ക് പോകുമ്പോഴും ബ്ലഷും ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാൻ നോക്കൂ കേട്ടോ. ലിപ്സ്റ്റിക്ക് പോലെ ഇപ്പോൾ അത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ അപ്ലൈ ചെയ്യാം. പിക്സിയുടെ ഈ ഒരു ബ്ലഷ് ഞാനിപ്പോൾ അടുത്താണ് കേട്ടോ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അതിന് മുന്നേ വരെ ഞാൻ ഇൻസൈറ്റിൻ്റെ, അതുപോലെ തന്നെ സ്വിസ് ബ്യൂട്ടിയുടെ, പിന്നെ ഫേസ് സ്കാനറുടെ ഒക്കെ ബ്ലഷാണ് കേട്ടോ. ഫേസ് സ്കാനറാണോ, ഇതിൻ്റെയൊക്കെ ബ്ലഷ് ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇൻസൈറ്റിൻ്റെ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം.
പൗഡർ ബ്ലഷ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ 2 ചീക്കിലും അതുപോലെ തന്നെ ചിന്നിലും നോസിൻ്റെ ഈ ഒരു തുമ്പത്തൊക്കെ ആയിട്ടാണ് ബ്ലഷും ഹൈലൈറ്ററും അപ്ലൈ ചെയ്യാറുള്ളത് കേട്ടോ. ഇപ്പം എൻ്റെ ഫേസ് നല്ല ചോന്നിരിക്കുന്നുണ്ട്. ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്ത് വീഡിയോ എടുക്കാൻ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കാറുള്ളത്. മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്യാമറയും എല്ലാം ട്രൈപ്പോഡൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോൾ സമയമാവും. അപ്പോഴേക്കും എൻ്റെ മേക്കപ്പിൻ്റെ ഒരു പകുതി എന്താ പറയുക വെയർത്ത് പോയിട്ടുണ്ടോ. കാരണം ഇവിടെ ഫാൻ ഇല്ല കേട്ടോ. വെയർത്ത് ഓട്ടോമാറ്റിക്കലി പോവും. ഓക്കെ, അപ്പം ഞാൻ ബ്ലഷ് ഇട്ട് കൊടുത്തു. ഇതാ ഇങ്ങനെയാണ് ഞാൻ സാധാരണ ബ്ലഷ് ഇടാറുള്ളത് കേട്ടോ. കുറച്ചൊന്ന് ചോപ്പിച്ച് വെച്ചിട്ടുണ്ട് എൻ്റെ ഫേസ് ഞാൻ. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം ഹൈലൈറ്റർ. ഞാൻ ഫേസ് സ്കാനയുടെ ഹൈലൈറ്റ് യൂസ് ചെയ്യാറുണ്ട്, സ്വിസ് ബ്യൂട്ടിയുടെ ഹൈലൈറ്റർ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ 2-3 പ്രൊഡക്റ്റിൻ്റെ ഹൈലൈറ്റർ എൻ്റെ അടുത്തുണ്ട്. ഒരു 4-5 ഹൈലൈറ്റർ മൊത്തത്തിലുണ്ട് എൻ്റെ അടുത്ത്. അപ്പം ഞാൻ ഇപ്പം എൻ്റെ കയ്യിൽ കിട്ടിയത് ഫേസ് സ്കാനയുടെയാണ്. ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് ഫേസ് സ്കാനയുടെയാണ് കേട്ടോ. ഇത് സ്ട്രോപ്പ് ക്രീമാണ്. ഹൈലൈറ്റർ എന്ന് പറയാം, സ്ട്രോപ്പ് ക്രീമാണ്. ഇതെനിക്ക് PR ആയിട്ട് കിട്ടിയതാണ് കേട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. കുറച്ചെടുക്കാതെ. ഇതാണ് എൻ്റെ സ്കിന്നെ നന്നായിട്ട് ഗ്ലോ ആക്കുന്ന ഒരു പ്രൊഡക്റ്റ്. നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ആദ്യം നോസിൻ്റെ തുമ്പത്താണ് കേട്ടോ അപ്ലൈ ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നേരെ എങ്ങനെയൊക്കെ വരയ്ക്കും കേട്ടോ. കണ്ടോ ഇപ്പം എൻ്റെ നോസൊന്ന് ഹൈലൈറ്റ് ചെയ്തത്. ചീക്ക് ഓൾറെഡി ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അതെന്താണെന്നറിയില്ല. ഇവിടം വരെ ഇങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ. വളരെ സിമ്പിളാണ് എൻ്റെ മേക്കപ്പ്. ഭയങ്കര എന്താ പറയുക, ഞാൻ മേക്കപ്പിനെ പറ്റിയിട്ട് അധികം എനിക്ക് അറിയാത്തതാണ്. എനിക്ക് അറിയണ പോലെ ഞാൻ ചെയ്യണേ കേട്ടോ. അതുകൊണ്ട് ഞാൻ ഭയങ്കര സിമ്പിളായിട്ടാണ് എല്ലാം ചെയ്യാറുള്ളത്. കണ്ടോ സ്കിന്നെ നിന്ന് ഹൈലൈറ്റ് ചെയ്തു. ഇതാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത്. എൻ്റെ സ്കിൻ എങ്ങനെയാണ് ഇത്ര തിളങ്ങി നിൽക്കണമെന്ന് ചോദിക്കാറില്ലേ. സ്ട്രോപ്പ് ക്രീം അല്ലെങ്കിൽ ഹൈലൈറ്റർ വെച്ചിട്ടാണ് എൻ്റെ സ്കിന്നിന് ഞാൻ കൂടുതലൊന്ന് തിളക്കാറുള്ളത്. ഭയങ്കരമായിട്ട് തിളങ്ങിയിട്ടുണ്ട് കേട്ടോ അത്. അതേപോലെ തന്നെ ഈ ഒരു ചീക്കിലും അപ്ലൈ ചെയ്യട്ടെ. ഞാൻ ബ്ലഷിൻ്റെ മേലെയാണ് കേട്ടോ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എനിക്ക് എന്തോ മുഖത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ തിളങ്ങിക്കണം പോലെ തോന്നും മുഖം. അപ്പം ബ്ലഷിൻ്റെ മേലെ അപ്ലൈ ചെയ്യുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ, ഫീൽ ചെയ്യില്ല. ഞാൻ അതാണ് ചെയ്യാറുള്ളത് എപ്പോഴും. അതുപോലെ തന്നെ ചിന്നിൽ അപ്ലൈ ചെയ്യാം. ഇപ്പം മനസ്സിലായോ എൻ്റെ ഫേസ് എങ്ങനെയാണ് ഗ്ലോ ആയിട്ടിരിക്കണേന്ന്? എല്ലാം ഹൈലൈറ്റർ കാരണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാനിതാ 2 ചീക്കിലും ചിന്നിലും നോസിലും അപ്ലൈ ചെയ്തു. ബാക്കി വരികയാണെങ്കിൽ, ഇൻ കേസ് ബാക്കി വരികയാണെങ്കിൽ ഞാൻ ഇതുപോലെ കുറച്ചെടുക്കും. 2 കലക്കാക്കിയിട്ട് ഐബ്രോസിൻ്റെ താഴ്ഭാഗത്ത് ഞാൻ ഇതുപോലെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കട്ടെ. ബാക്കി വരികയാണെങ്കിൽ, ഇല്ലെങ്കിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്യില്ല കേട്ടോ. അതിനു വേണ്ടി ഞാൻ എടുക്കില്ല. ബാക്കി വരികയാണെങ്കിൽ മാത്രം. ആ ബാക്കി വന്ന് ഫുള്ള് ഞാനിങ്ങനെ ഐബ്രോസിൻ്റെ താഴത്ത് 2 കേട്ടോ ഇങ്ങനെ ആക്കി കൊടുക്കും. അപ്പോൾ ഐബ്രോസിൻ്റെ അവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. നമ്മൾ ഹൈലൈറ്റർ എടുത്ത് കഴിഞ്ഞു. അതെൻ്റെ കയ്യിൽ കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫോർവേഡിലാക്കിയതാണ്. കാരണം എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് നെറ്റ് ഉണ്ട്. കണ്ടോ എൻ്റെ ഫേസ് ഇപ്പോൾ നല്ല രീതിക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഈ ഒരു സംഭവം കൊണ്ടാണ്. അടിപൊളിയായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഇതാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത്. അല്ലാണ്ട് എൻ്റെ ഒറിജിനൽ സ്കിന്നല്ല ഇത്ര ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഒറിജിനൽ സ്കിന്ന് ചെറുതായിട്ടേ ഹൈലൈറ്റ് ഉള്ളൂ. പിന്നെ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഇത്രയും എൻ്റെ സ്കിന്നെ ഹൈലൈറ്റ് ചെയ്യണത് കേട്ടോ. അത് ഞാൻ ഫുൾ അപ്ലൈ ചെയ്തിട്ടില്ല. 2 ചീക്കിലും നോസിൻ്റെ തുമ്പത്തും ഇവിടെയും, പിന്നെ ബാക്കിയുള്ളത് ഇവിടെയൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്തെന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് പിന്നെ ചോദിക്കുന്നതാണ് കുറേ പേര് എൻ്റെ ലിപ്സ്റ്റിക് ഷെയ്ഡ്. ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഷെയ്ഡാണ്, ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് മെബ്ലൈൻ്റെ സൂപ്പർ സ്റ്റേ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു ഞാൻ ഇന്നലെ ഞാൻ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഒരു 8 മണിയല്ല, ഒരു 10 മണി നേരത്ത് 10 മണിക്ക് ഞാൻ അപ്ലൈ ചെയ്ത ലിപ്സ്റ്റിക്ക് ഇന്ന് രാവിലെയാണ് ഞാനിത് റിമൂവ് ചെയ്ത് കളഞ്ഞത്. എൻ്റെ അടുത്തുള്ളതിൽ ഏറ്റവും കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ റേറ്റ് വന്നത് 500 ആണ്. അതിനിത് നല്ല വർത്താണ്. കാരണം ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക 20 hours അല്ലെങ്കിൽ 18 hours മേലെ ലാസ്റ്റ് ചെയ്യുന്നൊരു ലിപ്സ്റ്റിക്കാണ്. നല്ലോണം ലാസ്റ്റ് ചെയ്യും കേട്ടോ. ഇതന്നെ ഞാൻ ഇന്ന് തന്നെ എണ്ണ തേച്ചിട്ടാണ് ഇതിൽ റിമൂവ് ചെയ്തത്. തീരെ പോകുന്നില്ല, വെള്ളം തേച്ചിട്ടൊന്നും പോകുന്നില്ല. ഇന്നലെ രാത്രി ഞാൻ കിടക്കുമ്പോൾ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വിട്ടുപോയിട്ട് അങ്ങനെ കിടന്നുറങ്ങി. മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ കിടന്നുറങ്ങിപ്പോയി. അപ്പോൾ റിമൂവ് ചെയ്തില്ല. പക്ഷെ ഇന്ന് അതേപോലെ കിടക്കുന്നു കേട്ടോ ലിപ്സ്റ്റിക്ക്. അപ്പോൾ ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്നത് മെബ്ലൈൻ ന്യൂയോർക്കിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് ഗ്ലോസി ലിപ്സ്റ്റിക്കാണ് കേട്ടോ. കാണാൻ പറ്റും, കണ്ടോ നല്ല ഗ്ലോ ആയിട്ടിരിക്കണേ.
എനിക്ക് ഫോണിൽ നോക്കിയിട്ട് അങ്ങനെ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാൻ അറിയില്ല, അതാണ് ഞാൻ വേഗം പോയിട്ട് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് വന്നത്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ടുണ്ടെങ്കിൽ 130 എക്സ്ട്രാ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് കേട്ടോ. കാണുന്നുണ്ടോ? യെസ്, എക്സ്ട്രാ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. നല്ലോണം ലോങ് ലാസ്റ്റ് ചെയ്യും. നമ്മൾ ഫുഡൊന്നും കഴിച്ചാൽ അതൊന്നും ഫെയ്ഡായി പോവില്ല കേട്ടോ, അത് അങ്ങനെ തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇത് നല്ല ഗ്ലോസി ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഈ ഒരു ഷെയ്ഡ് ഞാൻ പറഞ്ഞില്ല 130 എക്സ്ട്രാ ആണ്. ഇതിനും ഒരു ഡാർക്ക് ഷെയ്ഡ് വാങ്ങണം എന്നായിരുന്നു എൻ്റെ വിചാരം, പക്ഷെ ഇതാണ് എനിക്ക് കിട്ടിയത്. കുഴപ്പമില്ല. ഇത് ഇപ്പോഴുള്ള ഈ ഒരു കളറല്ല കേട്ടോ, കുറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഷെയ്ഡും കാര്യങ്ങളൊക്കെ മാറും കേട്ടോ ചെറുതായിട്ട്. അതുപോലെ തന്നെ അപ്പോഴും നല്ല ഗ്ലോസി ആയിട്ട് നിൽക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഒരു 10 hours മേലെ ഗ്ലോസി ആയിട്ട് നിൽക്കും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഗ്ലോസി അല്ലെങ്കിലും ലിപ്സ്റ്റിക്ക് നമ്മുടെ ചുണ്ടിലുണ്ടാവും. പിന്നെ എനിക്ക് തോന്നുന്നു 2-3 വീഡിയോസിൽ എൻ്റെ ഐലൈനർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ റീസെൻറ്റ് ഇട്ട വീഡിയോസാണ് കേട്ടോ. എൻ്റെ വീഡിയോയുടെ കണ്ടന്റ് അല്ല കൂടുതൽ പേരും ശ്രദ്ധിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. മേക്കപ്പ് പ്രൊഡക്ട്സും മേക്കപ്പിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ഐലൈനർ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് മില എന്ന് പറഞ്ഞ ഒരു ഐലൈനറാണ് കേട്ടോ. അതായത് ഇത് ഞാൻ ഇവിടുത്തെ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് മേടിച്ചൊരു ഐലൈനറാണ്, പക്ഷെ അടിപൊളിയാണ് കേട്ടോ. വാട്ടർ പ്രൂഫാണ്. ഞാൻ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നേരം ലാസ്റ്റ് ചെയ്യണം. പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഫേസ് വാഷ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ അത് ഫേസ് വാഷ് ചെയ്യുമ്പോൾ ഇതൊന്നും മേക്കപ്പ് പ്രൊഡക്ട്സ് ഒന്നും പോവരുത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ നോർമലായിട്ട് ഇപ്പോൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഞാൻ ലിപ്സ്റ്റിക്കും അതുപോലെ തന്നെ ഐലൈനറുമാണ് കൂടുതൽ അപ്ലൈ ചെയ്യാറുള്ളത്. ബ്ലഷും ഹൈലൈറ്ററും അപ്ലൈ ചെയ്യും. കൂടുതലും പെട്ടെന്നൊക്കെ പോകുമ്പോൾ ഇത് രണ്ടാണ് അപ്ലൈ ചെയ്യാറ്. ഇത് രണ്ടും അപ്ലൈ ചെയ്യുമ്പോൾ കൂടുതൽ ലാസ്റ്റ് എന്താണ് അപ്ലൈ ചെയ്യാറ്. കാരണം എനിക്ക് നല്ലോണം മേക്കപ്പ് ഇട്ട് ഞാൻ അങ്ങനെ ഫേസ് വാഷ് ചെയ്യില്ല, പക്ഷേ മിനിമൽ മേക്കപ്പ് ആണെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫേസ് വാഷ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ തീരെ പോവില്ല നമ്മുടെ കണ്ണിൽ നിന്ന്. ഇത് അത്യാവശ്യം നല്ല ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഐലൈനറാണ്. അതുപോലെ തന്നെ ഇത് വാട്ടർ പ്രൂഫാണ്. സോ നമുക്ക് ഐലൈനർ എഴുതാം. എനിക്ക് തീരെ തിന്നായിട്ട് എഴുതാൻ അറിയില്ല കേട്ടോ. ഞാനേ വേഗം എഴുതിയിട്ട് വരാൻ നല്ലത്, എനിക്ക് ഇങ്ങനെ നോക്കി എഴുതാൻ പറ്റും. അങ്ങനെ ഇതാ ഐലൈനർ അപ്ലൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ഐലൈനർ വന്നിട്ടുണ്ടെങ്കിൽ മാറ്റായിട്ട് കിടക്കുന്ന ഒരു ഐലൈനർ അല്ല കേട്ടോ, കുറച്ചൊന്ന് ഗ്ലോ ആയിട്ട് കിടക്കുന്ന ഐലൈനറാണ്. നോർമൽ നമ്മൾ ഡാസ്ലറിൻ്റെ ഒക്കെ ഐലൈനർ ആ ഒരു വരയ്ക്കുമ്പോഴുള്ള ഒരു ഗ്ലോ അല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെ ഉണങ്ങിക്കഴിഞ്ഞാൽ ഡ്രൈ ആയി കഴിഞ്ഞാൽ ആ ഒരു ഗ്ലോ ഉണ്ടാവില്ലല്ലോ. പക്ഷേ ഈ ഒരു ഐലൈനർ വന്നിട്ടുണ്ടെങ്കിൽ ഗ്ലോ ആയിട്ടിരിക്കുന്ന ഐലൈനറാണ്. അതാണ് എനിക്ക് തോന്നുന്നു എൻ്റെ കണ്ണ് ഗ്ലോ ആയിട്ടിരിക്കണോ, ലിപ്പ് ഗ്ലോ ആയിട്ടിരിക്കണോ, ഫേസ് ഗ്ലോ ആയിട്ടിരിക്കണോ. ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ കുറച്ച് പേര് കമൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇത്ര ഗ്ലോ ആയിട്ടിരിക്കണേന്ന്. എല്ലാം എൻ്റെ മേക്കപ്പ് കാരണമാണ്. കാരണം ഞാൻ യൂസ് ചെയ്യുന്ന ഐലൈനർ ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കുന്ന ഐലൈനറാണ്. എത്ര ഡ്രൈ ആയാലും അതൊരു ഗ്ലോ ഉണ്ടാവും എൻ്റെ കണ്ണിന് മേലെ. അതുപോലെ തന്നെ ഹൈലൈറ്റർ, ലിപ്സ്റ്റിക് എല്ലാം ഗ്ലോ ആണ്. അപ്പോൾ ഇതാണ് എൻ്റെ മേക്കപ്പ്. ലാസ്റ്റായിട്ട് ഞാൻ മസ്കാര അപ്ലൈ ചെയ്യാറുണ്ട്. ഇത് ഞാൻ സുഡിയോന്ന് മേടിച്ച മസ്കാരയാണ് കേട്ടോ. ഇത് ഞാൻ കുറച്ചൊന്ന് അപ്ലൈ ചെയ്യും, കൂടുതലൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കുക തന്നെ ഉള്ളൂ. റീസെൻ്റ്ലി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ 2-3 വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രൊഡക്റ്റിൻ്റെ. അപ്പം ഞാൻ ഈ ഒരു കോസ്റ്റ്യൂമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് എവിടുന്നാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേര് പേഴ്സണലി. എനിക്ക് സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട്. ഇത് എൻ്റെ ചേച്ചി ദുബായിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സാണ്. ഇത് അവളുടെയാണ് കേട്ടോ. അതായത് വേർത്തുടങ്ങി, ചൂടെടുത്ത് തുടങ്ങി. ഇത് അവളുടെയാണ്. അവളുടെ എന്താ പറയുക, ബ്രൈറ്റ് ടു ബിക്ക് അവളിട്ട ഒരു മുട്ടിന് മേലെ നിൽക്കുന്ന ഒരു ഫ്രോക്കാണ്. ഇത് ഞാനൊരു വ്ളോഗിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഗോൾഡ് എടുക്കാൻ പോയ വ്ളോഗിൽ. യെസ്, അപ്പോൾ ഇതാണ് എൻ്റെ മേക്കപ്പ്. ഇത് കണ്ടിട്ടാണ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവുക എങ്ങനെയാണ് സ്കിൻ ഇത്ര ഗ്ലോ ആയിട്ടിരിക്കുന്നത്. കണ്ടോ, ഇപ്പോൾ സ്കിന്നൊന്ന് ഗ്ലോ ആയത്. ഇപ്പോൾ വെയർത്ത് തുടങ്ങിയിട്ടുണ്ട്, ഇനി ഇതിനും കൂടുതൽ ഗ്ലോ ആവും വെയർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. യെസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഗ്ലോയി സ്കിന്നിൻ്റെ സീക്രട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാം മേക്കപ്പാണ്. സ്ട്രോബ് ക്രീം, ബ്ലഷ്, അതുപോലെ തന്നെ എൻ്റെ ലിപ്സ്റ്റിക്ക്, എൻ്റെ ഐലൈനർ, ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ സ്കിന്നൊന്ന് ഗ്ലോ ആക്കി എടുക്കുന്നത്. അല്ലാണ്ട് ശരിക്കും എൻ്റെ സ്കിൻ അത്രയ്ക്ക് ഗ്ലോ ഒന്നും ഇല്ല. പിന്നെ ഓയിലി സ്കിൻകാർക്കുള്ള ഒരു ഗ്ലോ ഇല്ലേ, നോർമൽ ഗ്ലോ, അത്രയും എനിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഞാനിത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ബൈ, ലവ് യു ഓൾ.